ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അഡ്സോർപ്ഷനും അതിൻ്റെ ആപ്ലിക്കേഷൻസും പഠിച്ചു. ഇന്ന് നമുക്ക് കറ്റാലിസിസ് എന്താണെന്ന് നോക്കാം. കാറ്റലിസ്റ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാറ്റലിസ്റ്റ് is a substance which alters the rate of a reaction without itself undergoing any permanent chemical change. This phenomena is called catalysis. ഇപ്പോൾ കാറ്റലിസ്റ്റിൻ്റെ പ്രത്യേകത എന്താ? അത് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും, പക്ഷേ റിയാക്ഷൻ കഴിയുമ്പം അത് ഏതവസ്ഥയിലാണോ റിയാക്ഷനിൽ പങ്കെടുത്തത് അതേപോലെ തന്നെ നമുക്ക് തിരികെ കിട്ടും. അപ്പോൾ കാറ്റലിസ്റ്റിന് ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിയുമ്പം ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല. ആ ഫിനോമിനയ്ക്ക് പറയുന്ന പേരാണ് കറ്റാലിസിസ്. ഇനി ചില കാറ്റലിസ്റ്റ് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡിനെ ഇൻക്രീസ് ചെയ്യും, ചില കാറ്റലിസ്റ്റുകൾ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കുറയ്ക്കും. കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന കാറ്റലിസ്റ്റുകളെ പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്നും ഡിക്രീസ് ചെയ്യുന്ന കാറ്റലിസ്റ്റുകളെ നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്നും പറയും. എക്സാമ്പിളായിട്ട് പൊട്ടാസ്യം ക്ലോറേറ്റ് KClO3 ഡീകമ്പോസ് ചെയ്ത് KClഉം ഓക്സിജനും ഫോം ചെയ്യുന്നത് മാംഗനീസ് ഡയോക്സൈഡ് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണ്. ഇവിടെ MnO2 KClO3യുടെ ഡീകമ്പോസിഷനെ എൻഹാൻസ് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് ഇത് ഏത് കാറ്റലിസ്റ്റാണ്? പോസിറ്റീവ് കാറ്റലിസ്റ്റാണ്. എന്നാൽ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷനകത്ത് H2O2 ഡീകമ്പോസ് ചെയ്ത് എന്തെല്ലാമായ മാറുക? വാട്ടറും ഓക്സിജനും. അവിടെ ഡൈല്യൂട്ട് H2SO4ൻ്റെ പ്രസൻസ് വന്നാൽ അത് അതിൻ്റെ ഡീകമ്പോസിഷനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡൈല്യൂട്ട് H2SO4 H2O2ൻ്റെ ഡീകമ്പോസിഷനിൽ എന്ത് കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത്? നെഗറ്റീവ് കാറ്റലിസ്റ്റായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ catalyst is a substance which alters the rate of a reaction without itself undergoing any permanent chemical change. ആ ഫിനോമിനയാണ് catalysis. A catalyst that increases the speed of a chemical reaction is called positive catalyst, and a catalyst that decreases the speed of a chemical reaction is called negative catalyst. ഇത് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി കാറ്റലിറ്റിക് പ്രൊമോട്ടേഴ്സും പോയിസൺസും എന്താണെന്ന് നോക്കാം. അതായത് ഹേബർ പ്രോസസ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് അമോണിയ നമുക്കറിയാം. N2+3H2 gives to NH3. ഇവിടെ കാറ്റലിസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സ്പോഞ്ചി അയൺ ആണ്. ആ സ്പോഞ്ചി അയൺ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ചെറിയ ക്വാണ്ടിറ്റിയിൽ, അതായത് ട്രേസസ് ഓഫ് മോളിബ്ഡനവും കൂടെ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ മോളിബ്ഡനത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള സബ്സ്റ്റൻസസിന് പറഞ്ഞ പേരാണ് പ്രൊമോട്ടേഴ്സ്. ഇപ്പോൾ പ്രൊമോട്ടേഴ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് എൻഹാൻസ് അല്ലെങ്കിൽ ഇൻക്രീസ് ദ ആക്ടിവിറ്റി ഓഫ് ദ കാറ്റലിസ്റ്റ്. അപ്പോൾ കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ കൂട്ടുന്ന സബ്സ്റ്റൻസസിന് പറഞ്ഞ പേരാണ് പ്രൊമോട്ടേഴ്സ്. അപ്പോൾ ഹേബർ പ്രോസസ്സിനകത്ത് മോളിബ്ഡനത്തിൻ്റെ റോൾ എന്താ? അയേണിൻ്റെ ആക്ടിവിറ്റിയെ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ചില കെമിക്കൽ റിയാക്ഷൻസിനകത്ത് ചില സബ്സ്റ്റൻസസിൻ്റെ പ്രസൻസ് മൂലം കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ കുറയ്ക്കും. അങ്ങനെ ഉള്ള സബ്സ്റ്റൻസസിന് പറഞ്ഞ പേരാണ് പോയിസൺസ്. അപ്പോൾ പോയിസൺസ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ഡിക്രീസ് ദ ആക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ്. ഇപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് ഹേബർ പ്രോസസ്സിൽ തന്നെ കാർബൺ മോണോക്സൈഡിൻ്റെ പ്രസൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അയേണിൻ്റെ ആക്ടിവിറ്റി എന്ത് ചെയ്യുക ചെയ്യുന്നത്? കുറയ്ക്കുക ചെയ്യുന്നത്. ഇപ്പോൾ പ്രൊമോട്ടേഴ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് എൻഹാൻസ് ഓർ ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് എ കാറ്റലിസ്റ്റ് വൈൽ പോയിസൺസ് ഡിക്രീസ് ദ സ്പീഡ് ഓഫ് എ കാറ്റലിസ്റ്റ്. ഇപ്പോൾ പ്രൊമോട്ടേഴ്സ് എന്താണെന്നും പോയിസൺസ് എന്താണെന്നും ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി നമ്മൾ ടൈപ്സ് ഓഫ് കറ്റാലിസിസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കറ്റാലിസിസ് രണ്ട് തരത്തിലുണ്ട്. ഹോമോജീനിയസ് കറ്റാലിസിസും ഹെട്രോജീനിയസ് കറ്റാലിസിസും. ആദ്യം നമുക്ക് ഹോമോജീനിയസ് കറ്റാലിസിസ് എന്താണെന്ന് നോക്കാം. ഹോമോജീനിയസ് ഹോമോ മീൻസ് സെയിം.
ഇവിടെ കാറ്റലിസ്റ്റും റിയാക്റ്റൻസും സെയിം ഫിസിക്കൽ സ്റ്റേറ്റിലാണെങ്കിൽ ആ കറ്റാലിസിസിന് പറഞ്ഞ പേരാണ് ഹോമോജീനിയസ് കറ്റാലിസിസ്. വെൻ ദ റിയാക്റ്റൻസ് ആൻഡ് ദ കാറ്റലിസ്റ്റ് ആർ ഇൻ ദ സെയിം ഫേസ്, the process is said to be homogeneous catalysis. When the reactants and the catalysts are in the same phase, it is called homogeneous catalysis. Example ആയിട്ട് നോക്കിയേ, സൾഫർ ട്രയോക്സൈഡ് SO3യുടെ പ്രിപ്പറേഷനിൽ ഇവിടെ റിയാക്റ്റൻസ് SO2ഉം O2 ആണ്, യൂസ് ചെയ്തിരിക്കുന്ന കാറ്റലിസ്റ്റ് NO ആണ്. അപ്പോൾ ഇവിടെ SO2ഉം O2ഉം ഗേഷ്യസ് സ്റ്റേറ്റിലാണ്, അതായത് റിയാക്റ്റൻസ് രണ്ടും ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അതുപോലെ തന്നെ കാറ്റലിസ്റ്റായ NOയും ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അപ്പോൾ റിയാക്റ്റൻസും കാറ്റലിസ്റ്റും ഒരേ ഫേസ് ആണെങ്കിൽ അതിനെന്താ പറയുക? ഹോമോജീനിയസ് കറ്റാലിസിസ് എന്ന് പറയും. സെക്കൻഡ് എക്സാമ്പിൾ നോക്കിയേ, മീഥൈൽ അസറ്റേറ്റ് CH3COO CH3 ലിക്വിഡ് സ്റ്റേറ്റിലാണ്, പ്ലസ് വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിലാണ്. HCl ആണ് ഇവിടെ കാറ്റലൈസ് ചെയ്യുന്നത്, അതും ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ ഇവിടെയും റിയാക്റ്റൻസും കാറ്റലിസ്റ്റും ഒരേ ഫിസിക്കൽ സ്റ്റേറ്റിലാണ്, അതുകൊണ്ട് അതും ഏത് കറ്റാലിസിസാണ്? ഹോമോജീനിയസ് കറ്റാലിസിസാണ്. അപ്പോൾ ഹോമോജീനിയസ് കറ്റാലിസിസിൻ്റെ പ്രത്യേകത എന്താ? ബോത്ത് റിയാക്റ്റൻസ് ആൻഡ് കാറ്റലിസ്റ്റ് ആർ ഇൻ ദ സെയിം ഫിസിക്കൽ സ്റ്റേറ്റ്. ഇനി ഹെട്രോജീനിയസ്, ഹെട്രോ മീൻസ് ഡിഫറെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഹെട്രോജീനിയസ് കറ്റാലിസിസിൻ്റെ പ്രത്യേകത എന്താ? റിയാക്റ്റൻസും കാറ്റലിസ്റ്റും ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റിലാണെങ്കിൽ അതിനെന്ത് പറയും? ഹെട്രോജീനിയസ് കറ്റാലിസിസ് എന്ന് പറയും. അപ്പോൾ ഹെട്രോജീനിയസ് കറ്റാലിസിസിൻ്റെ പ്രത്യേകത എന്താ? ബോത്ത് റിയാക്റ്റൻസ് ആൻഡ് കാറ്റലിസ്റ്റ് ആർ ഇൻ ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ്. അതിന് എക്സാമ്പിൾ നോക്കിയേ, SO3യുടെ മാനുഫാക്ചർ തന്നെ, പക്ഷേ കാറ്റലിസ്റ്റ് ഡിഫറെൻ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. SO2ഉം O2ഉം SO2 O2 രണ്ടും ഗേഷ്യസ് സ്റ്റേറ്റാണ്. ഇവിടുത്തെ കാറ്റലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പ്ലാറ്റിനം സോളിഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ റിയാക്റ്റൻസ് ഗേഷ്യസ് ഫേസും കാറ്റലിസ്റ്റ് സോളിഡ് ഫേസും വന്നു. അപ്പോൾ ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ് വന്നു, അതുകൊണ്ട് അത് ഏതാ? ഹെട്രോജീനിയസ് കറ്റാലിസിസാണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കിയേ, N2+3H2 gives to NH3. നൈട്രജനും ഹൈഡ്രജനും ഗേഷ്യസ് സ്റ്റേറ്റാണ്, പക്ഷേ ഇവിടുത്തെ കാറ്റലിസ്റ്റായ അയേൺ ഏത് സ്റ്റേറ്റിലാണ് വരുന്നത്? സോളിഡ് സ്റ്റേറ്റിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ റിയാക്റ്റൻസും കാറ്റലിസ്റ്റും ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റിലാണ്, അതുകൊണ്ട് ഇതേതാ? ഹെട്രോജീനിയസ് കറ്റാലിസിസാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് കാറ്റലിസ്റ്റ് എന്താണ്. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസസ് വിച്ച് ഓൾട്ടർ ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ വിതൗട്ട് ഇറ്റ് സെൽഫ് അണ്ടർഗോയിങ് എനി പെർമനൻറ്റ് ചേഞ്ച്. കാറ്റലിസ്റ്റ് രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? പോസിറ്റീവ് കാറ്റലിസ്റ്റും ഉണ്ട്, നെഗറ്റീവ് കാറ്റലിസ്റ്റും ഉണ്ട്. റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുന്ന കാറ്റലിസ്റ്റുകൾ പോസിറ്റീവും റിയാക്ഷൻ്റെ സ്പീഡ് കുറയ്ക്കുന്നവയെ നെഗറ്റീവ് കാറ്റലിസ്റ്റ് ആണെന്നും പറഞ്ഞു. പിന്നെ നമ്മൾ പ്രൊമോട്ടേഴ്സ് എന്താണ്, പോയിസൺസ് എന്താണെന്ന് പറഞ്ഞു. പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ ഇൻക്രീസ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആണ്. ഇനി പോയിസൺസ് എന്ന് പറഞ്ഞാൽ എന്താ? കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ ഡിക്രീസ് ചെയ്യുന്നവയാണ് പോയിസൺസ് എന്ന് പറയാം. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാ? രണ്ട് തരത്തിലുള്ള കറ്റാലിസിസ്, ഹോമോജീനിയസും ഹെട്രോജീനിയസും. ഹോമോജീനിയസിനകത്ത് കാറ്റലിസ്റ്റും റിയാക്റ്റൻറ്റും സെയിം ഫിസിക്കൽ സ്റ്റേറ്റ് ആയിരിക്കും. ഹെട്രോജീനിയസിനകത്ത് കാറ്റലിസ്റ്റും റിയാക്റ്റൻറ്റും ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ് ആയിരിക്കും. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു.